ട്രാൻസ് മാൻ എന്ന് പറയുമ്പോൾ ബയോളജിക്കലി ഫീമെയിൽ ആയിരിക്കും, പക്ഷേ അവർ ഒരു സെക്ഷൽ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്ന ഒരു മെയിലിൻ്റെ ആയിരിക്കും. അപ്പം അങ്ങനെയുള്ള ആളുകളിൽ നാച്ചുറലി കൺസീവ് ചെയ്യുന്ന രീതിയിലുള്ള പോസിബിളാണ്. അതുപോലെ തന്നെ നമുക്ക് വിവിധ തരത്തിലുള്ള ഫെർട്ടിലിറ്റി ഇൻ്റർവെൻഷൻസ് കൊണ്ടുള്ള ട്രീറ്റ്മെൻറ്റ്സും പോസിബിളാണ്. അതിൽ തന്നെ ഇപ്പോൾ ഒരു ഡോണർ സ്പേം ഉപയോഗിച്ച് കൺസീവ് ചെയ്യാം. അതുപോലെ സ്വന്തം എഗ്ഗ് ക്രയോപ്രസർവ് ചെയ്ത് വെച്ച ശേഷം ജെൻഡർ റീഅസൈനിങ് ട്രീറ്റ്മെൻറ്റ്സ് കഴിഞ്ഞ് ഒരു മെയിലായ ശേഷം പ്രോബബ്ലി മാരേജ് ചെയ്യുന്നത് ഒരു സിസ്ജെൻഡർ ഫീമെയിലിനെ ആണെന്നുണ്ടെങ്കിൽ ഈ എഗ്ഗും ഡോണർ സ്പേമും കൂടെ യൂസ് ചെയ്തിട്ട് എംബ്രിയോ ആക്കി അങ്ങനെ ഒരു പ്രഗ്നൻസി പോസിബിളാണ്. അല്ലാന്നുണ്ടെങ്കിൽ മാരേജ് ചെയ്യുന്ന സിസ്ജെൻഡർ ഫീമെയിലിൻ്റെ എഗ്ഗും ഒരു ഡോണർ സ്പേമും യൂസ് ചെയ്ത് ഒരു പേരൻറ്ഹുഡ് പോസിബിളാണ്. അങ്ങനെ പല രീതിയിലുള്ള പേരൻറ്ഹുഡ് ഓപ്ഷൻസ് പോസിബിളാണ്. അപ്പോൾ ഇതിനകത്ത് നാച്ചുറലി ട്രൈ ചെയ്ത് പ്രഗ്നൻ്റ് ആകുന്നതിന് നമുക്ക് ലീഗലി തടസ്സങ്ങളൊന്നുമില്ല. പക്ഷേ ഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ്സ് ഇൻവോൾവ് ആകുമ്പോൾ അത് എത്രത്തോളം ഇന്ത്യയിൽ ഇന്ന് ലീഗലി പോസിബിൾ ആണെന്നതിനെക്കുറിച്ചൊരു ഗ്രേ ഏരിയയാണ് നിലവിലുള്ളത്.